ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷൊക്കെ സ്പീക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്പീക്കിംഗ് സ്കിൽസ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊക്കെ ഈ വീഡിയോ ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പും കാര്യങ്ങളൊന്നും എടുക്കാതെ തന്നെ, ഒരു പേയ്മെൻറ്റും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ തന്നെ, ഒരു ഫീസും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഡെയിലി 30 മിനിറ്റ് ലോകത്തുള്ള ഏത് സ്ഥലത്തുള്ള ഒരു വ്യക്തികളോട് നിങ്ങൾക്ക് കോൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഈ കോൾ ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മിഡിൽ ക്ലാസ് ആണോ ബിഗിനർ ആണോ എന്നുള്ള കാര്യങ്ങൾ, സോ അതൊക്കെ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അതൊക്കെ ചൂസ് ചെയ്യേണ്ടതുണ്ട്. സോ നമ്മൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അനുസരിച്ചുള്ള ഒരു വ്യക്തി തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളൊരു ബിഗിനർ ആയിട്ടുള്ള ഇംഗ്ലീഷൊന്നും വലിയ രീതിയിൽ അറിയില്ല, എന്നാലും ചെറിയ രീതിയിലൊക്കെ പറയാൻ അറിയും എന്നുള്ള ആളുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊക്കെ അവരുടെ അതേ ലെവലിൽ വരുന്ന മെമ്പേഴ്സിനേക്കാരും നമുക്ക് കോളിങ്ങിൽ കിട്ടുക. ഓക്കെ, ഇതിൽ ഗേൾസായിട്ടും വരും, ബോയ്സായിട്ടും വരുന്നുണ്ട്. സോ നമുക്ക് എന്താണ് ഈ ഒരു ആപ്ലിക്കേഷൻ, എങ്ങനെയാണ് ഇതിൽ വർക്ക് ചെയ്യുക, എങ്ങനെയാണ് ഇതിൽ നമുക്ക് സ്പീക്ക് ചെയ്തുകൊണ്ട് സ്പീക്കിംഗ് സ്കിൽസ് എങ്ങനെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയി കടക്കാം. സോ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ഡെയിലി 30 മിനിറ്റ് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. സോ ഇനി അഗെയിൻ നിങ്ങൾക്ക് ഒരു മണിക്കൂറൊക്കെ കിട്ടണം, നിങ്ങൾക്ക് 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ഡെയിലി നിങ്ങൾക്ക് കോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കേണ്ടി വരും. സോ 30 മിനിറ്റ് ഫ്രീ കോളാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി ചെയ്യാവുന്നതാണ്. സോ ഇതിന് നിങ്ങളുടെ സിമ്മിൽ ബാലൻസ് ഉണ്ടാകേണ്ട ആവശ്യമൊന്നുമില്ല. സോ ഒരു നെറ്റ് കണക്ഷൻ ഉണ്ടായാൽ മതി. സോ നമുക്ക് കോളിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഏകദേശം ഞാൻ പറഞ്ഞുതരാം, ഞാൻ ഒരു വ്യക്തിയോട് തന്നെ ഏകദേശം 21 മിനിറ്റോളം സംസാരിച്ചിട്ടുണ്ട് ഇംഗ്ലീഷിലൊക്കെ. സോ അത് നമ്മളെ ഇന്ത്യയിൽ ഇപ്പോൾ ബീഹാറിൽ നിന്നും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സ്ഥലത്തു നിന്നൊക്കെ ആളുകളുണ്ട്. സോ നമ്മൾ അവരോടും ചോദിക്കുന്ന സമയത്ത്, എന്തിനാണ് ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിക്കുന്ന സമയത്ത് അവർ പറഞ്ഞിട്ടുള്ളത് സ്പീക്കിംഗ് സ്കിൽസ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനാണ്. സോ നമ്മൾ കുറേ ഗ്രാമർ പഠിക്കുക, കുറേ നമ്മൾ ഇംഗ്ലീഷ് എഴുതി പഠിക്കുക എന്നുള്ളത് ഉപരി നമ്മൾ അതിൻ്റെയൊക്കെ യൂസേജ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അത് ഇംഗ്ലീഷ് മെയിലിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പം അതിൻ്റെ യൂസേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പഠിക്കണം. അതായത് മറ്റുള്ളവരോട് നമ്മളിങ്ങനെ കോളിങ്ങിലൊക്കെ നല്ല രീതിയിൽ സംസാരിച്ച് പഠിക്കണം. എന്നാലാണ് നമുക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻസി ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ സംസാരിക്കാനൊക്കെ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആവുന്ന ഇൻഫോർമേറ്റീവ് എന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാൻ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. വീഡിയോക്ക് ജസ്റ്റ് ഒന്ന് ലൈക്ക് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ തുടർന്നുള്ള എല്ലാ വീഡിയോസും നിങ്ങളുടെ മൊബൈലിലോട്ട് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ നമ്മളെ ഇൻസ്റ്റ ഐ ഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതിൽ മെസ്സേജ് ചെയ്യുക. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നുണ്ട്. സോ നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തെടുക്കുക. സിവി എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. സോ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നല്ല റൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ഒരു ആപ്ലിക്കേഷനാണ്. സോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് താഴത്തായിട്ട് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ബട്ടൺ കാണാൻ സാധിക്കും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് പെർമിഷൻസ് അലോ ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്തതിനു ശേഷം സെൻഡ് OTP എന്നുള്ളൊരു ബട്ടൺ തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നാലും നമുക്ക് നമ്മളുടെ ആയിട്ടുള്ള ലെവൽ ചൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ OTP കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ പേജ് വരുന്നതായിരിക്കും. ഹൗ വെൽ ഡു യു സ്പീക്ക് ഇംഗ്ലീഷ് നോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണെങ്കിൽ അത് ചൂസ് ചെയ്യാം, ബിഗിനർ ആണെങ്കിൽ അത് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ അതിൽ അഡ്വാൻസ്ഡ് ഉണ്ട്. സോ നിങ്ങൾ ഏതാണോ നിങ്ങളുടെ ലെവൽ അത് നിങ്ങൾ അനുസരിച്ച് ചൂസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്തിനു വേണ്ടിയാണോ നിങ്ങൾ ഇത് യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചലഞ്ച് എന്താണെന്നുണ്ടെങ്കിൽ അതും ജസ്റ്റ് ചൂസ് ചെയ്ത് കൊടുക്കുക. അതൊക്കെ ജസ്റ്റ് നോക്കിയിട്ട്, കാരണം ഞാൻ വീഡിയോയിൽ കുറേ ടൈം എടുത്ത് പറയാൻ കഴിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് ജസ്റ്റ് നിങ്ങളൊക്കെ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. നിങ്ങളുടേതായിട്ടുള്ള ലെവലിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇതിൽ ഗ്രാമർ ലേണിംഗ് ഉണ്ട്, ഗ്രാമർ കറക്ഷൻസ് ഉണ്ട്, ഗ്രാമർ ക്വിസുകളുണ്ട്. ഡെയിലി നിങ്ങൾക്ക് ഒരു വെറൈറ്റി ക്വിസുകൾ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ നമുക്ക് ഓരോ ദിവസവും ഇതിൽ സ്ട്രൈക്ക് കിട്ടുന്നുണ്ട്. സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ മെമ്പർഷിപ്പ് എടുക്കാനുള്ള ഒരു ഓപ്ഷനാണ്. മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ അപ്പം 30 മിനിറ്റൊക്കെ നമുക്ക് അതുപോലെ തന്നെ സംസാരിക്കാൻ കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗേളിനോടാണ് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സംസാരിക്കാം, ബോയിനോടാണെങ്കിൽ അങ്ങനെ സംസാരിക്കാൻ പറ്റും. അതാണ് മെമ്പർഷിപ്പ് എടുത്താൽ ഉണ്ടാകുന്ന ചില ഗുണങ്ങൾ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ താഴത്തായിട്ടുള്ള ഗ്രാമർ ലിസൺസ്, സോ നമുക്ക് ജസ്റ്റ് അതും നോക്കാം. അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെവൽ 1 ഗെറ്റിംഗ് ടു നോ മീ, അതായത് നമ്മളെ പരിചയപ്പെടുത്തുന്ന ആദ്യം അതാണ്. അപ്പോൾ അതിനുശേഷം പ്ലേ എന്ന ബട്ടൺ കാണാൻ സാധിക്കും താഴത്തായിട്ട്. നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഹൈ ആം ആര്യ, വാട്ട് ഈസ് യുവർ നെയിം. അപ്പം ഹൈ, മൈ നെയിം ഈസ്
എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ നെയിം അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അതിനുശേഷം അതുപോലെ തന്നെ സ്പീക്ക് ചെയ്ത് കൊടുക്കുകയും വേണം. അതായത് നമ്മളെ സ്പീക്കിംഗ് സ്കിൽസ്, അതായത് നമ്മളെ സ്പീക്കിങ്ങിൻ്റെ ഗ്രാമർ മിസ്റ്റേക്കും കാര്യങ്ങളും സ്പെല്ലിംഗ് മിസ്റ്റേക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ആ ഒരു ഫ്ലുവൻസിൽ നമുക്ക് സ്പീക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നാണ് അവിടെ അവർ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ ആയിട്ട് നിങ്ങൾക്കൊരു മൈക്കിൻ്റെ ബട്ടൺ കാണാൻ സാധിക്കും, ടാപ്പ് മൈക്ക് ടു സ്പീക്ക്. അതായത് ഹൈ മൈ നെയിം ഈസ് ആര്യ എന്ന് ഞാനിപ്പം ആര്യ ജസ്റ്റ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ടാണ് നിങ്ങളുടെ പേര് കൊടുക്കുന്ന സമയത്ത് നമുക്ക് നിങ്ങളുടെ ആ ഒരു സംസാരം ഈ ഒരു വേർഡുകൾ കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് അവിടെ ആയിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഗ്രാമർ ലെസ്സൺ. സോ അത് ജസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമുക്ക് അടുത്തതായിട്ടുള്ള ഗ്രാമർ കറക്ഷൻസ് ഉണ്ട്. AC ട്രാൻസ്ലേഷൻസ് എന്ന് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് താഴത്തായിട്ട് ടൈപ്പ് യുവർ മെസ്സേജിൻ്റെ ഒരു ചെറിയൊരു ബോക്സ് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ നാറ്റീവ് ഭാഷ, അതായത് നിങ്ങളിപ്പം നിങ്ങളുടെ മാതൃഭാഷ ഏതാണോ ആ ഒരു ഭാഷയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം അതിൻ്റെ കറക്റ്റ് ഇംഗ്ലീഷ് അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം താഴത്തായിട്ട് ഫോർമൽ, ഇൻഫോർമൽ, ഫ്രണ്ട്ലി. അതായത് ഈ ഒരു വാക്ക് നമുക്ക് ഫോർമലായിട്ട് വേർ ആർ യു നോ, അതായത് നീ ഇപ്പോൾ എവിടെയാണ് എന്ന് ഇനി ഇൻഫോർമൽ ചോദിക്കുന്ന സമയത്ത് ഹേ വേർ ആർ യു റൈറ്റ് നോ. സോ ഇതാണ് ഇൻഫോർമൽ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇനി ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ഈ ഒരു വാക്ക് തന്നെ ഉപയോഗിക്കുന്ന സമയത്ത് കുഡ് യു പ്ലീസ് ടെൽ മീ വേർ യു ആർ റൈറ്റ് നോ, അതായത് നീ എവിടെയാണെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാം എന്നുള്ള രീതിയിലാണ് അവിടെ സംസാരം. അപ്പം ഈ ഒരു വാക്ക് ഫോർമലായിട്ടും ഇൻഫോർമലായിട്ടും ഫ്രണ്ട്ലി ആയിട്ടും നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഒരു വാക്ക് തന്നെ നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ ഫ്രണ്ടിനോട് എങ്ങനെയാണ് സംസാരിക്കാൻ പറ്റുക, അല്ല ഇനിയിപ്പം ഫോർമലായിട്ട് ഒരു വ്യക്തിയോട്, അതായത് ഒരു അപരിചിതനായ ഒരു വ്യക്തിയോടൊക്കെ നമുക്ക് ഫോർമലായിട്ട് ചോദിക്കാം. ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ അടുത്ത ബന്ധുക്കളോടൊക്കെ ചോദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു രീതി. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ ജസ്റ്റ് മനസ്സിലാക്കിക്കുക. ഇപ്പം ഞാൻ കാണാൻ സാധിക്കും ഞാൻ ഇന്ന് പോകുമെന്ന് പറഞ്ഞാൽ ഐ വിൽ ഗോ ടുഡേ, അത് ഞാൻ ഫോർമലാണ്. സോ ഇൻഫോർമലും ഫ്രണ്ട്ലിയിലേക്കൊക്കെ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, അപ്പം ഇതിനൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ്ഫുൾ ആണ്. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുള്ള വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ആപ്ലിക്കേഷൻ ബെനഫിറ്റാണ്, നല്ല രീതിയിൽ നിങ്ങൾക്ക് സ്കിൽസിൽ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അടുത്തതായിട്ടുള്ള ഗ്രാമർ ക്വിസുകളുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സ്ട്രീക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ദിവസം നിങ്ങൾക്ക് വേണ്ടി കാണാൻ സാധിക്കും വ്യൂ സ്ട്രീക്ക് കലണ്ടർ. അതായത് നമുക്ക് ഓരോ ദിവസം, ഇപ്പം ഈ ഒരു മാസത്തിൽ 13-ാം തീയതിയാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്, അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. അങ്ങനെ ഓരോ ദിവസം. സോ അപ്പം നമുക്ക് ഇനി ഗ്രാമർ കറക്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ താഴെ കാണാൻ സാധിക്കും. ഈ ഗ്രാമർ കറക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഡെയിലി നമുക്ക് ഗ്രാമറുകൾ 5 ഗ്രാമറുകളാണ് ഉണ്ടാകുക. അതിൽ ഡെയിലി പല പല ചോദ്യങ്ങളായിരിക്കും, പല രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വാട്ട് ഈസ് ദ പ്ലൂറൽ ഫ്രം ഓഫ് ഇൻഡെക്സ്. അപ്പോൾ ഇൻഡെക്സിൻ്റെ പ്ലൂറൽ ഏതാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് കറക്റ്റ് കൊടുക്കുക, ചൂസ് ചെയ്ത് കൊടുക്കുക. അപ്പം അതിൻ്റെ കറക്റ്റ് ആൻസർ താഴത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പം നമുക്കത് സ്വിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഹി ദ ഡോറ്. അപ്പം അതിൻ്റെ ഗ്യാപ്പിൽ നമുക്ക് ഓപ്പൺസ് എന്നുണ്ട്, ഓപ്പൺ എന്നുമുണ്ട്. അപ്പം നമ്മൾ ഏതാണോ കറക്റ്റ് കൊടുക്കേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഓപ്പൺസ് എന്നാണ് അല്ലേ. ഓപ്പൺസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് താഴത്തെ കാണാൻ സാധിക്കും ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്പൺ ബിക്കോസ് ഹി ഈസ് തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്റ്റ് ആൻഡ് റിക്വേർഡ് ദ വെർബ് ഫ്രം ഓപ്പൺസ്. കണ്ടോ, അപ്പോൾ എന്താണ് അവിടെ അങ്ങനെ വരാൻ കാരണം എന്നുള്ളത് കറക്റ്റായിട്ട് അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ പെട്ടെന്ന് മൊബൈലിലായതുകൊണ്ട് പെട്ടെന്ന് നമുക്കത് പഠിച്ചെടുക്കാൻ പറ്റും. ഒരു ബുക്കിൽ പഠിച്ചെടുക്കുന്നത് എത്രയും ബെറ്ററായിട്ട്. ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഷീ ഗ്യാപ്പ് വെരി ഹാപ്പി ടുഡേ. അപ്പോൾ ഈസ് ഉണ്ട്, ആർ ഉണ്ട്. അപ്പോൾ ഷീസ് ആണ് എല്ലാവർക്കും അറിയാം. അപ്പം അത് എന്തുകൊണ്ടാണെന്നൊക്കെ താഴത്തായിട്ട് കാണിക്കും. അതുപോലെ തന്നെ ദ ഗ്യാപ്പ്, അതുപോലെ തന്നെ ഈസ് ഫുൾ ഓഫ് ഇൻട്രസ്റ്റിംഗ് എക്സിബിറ്റ്സ്. അതായത് മ്യൂസിയം ഉണ്ട്, അതുപോലെ തന്നെ മ്യൂസിയം മറ്റേ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ശരിയായത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് താഴത്തായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഗ്രാമർ കറക്ഷൻസ് ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അടുത്തതായിട്ട് നമുക്കിതിൽ കോൾ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് സ്പീക്ക് ചെയ്ത് നമ്മളെ സ്പീക്കിംഗ് സ്കിൽസ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാമെന്ന് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണാൻ സാധിക്കും പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 30 മിനിറ്റാണ് എല്ലാ ദിവസവും ഫ്രീ കോൾ കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ കോളേണേഴ്സിനെ ജെൻഡർ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റാൻഡം ആയിട്ടുള്ള കോളേണേഴ്സ് ആയിരിക്കും നമുക്ക് ലഭിക്കുക. കോളേണേഴ്സ് പറഞ്ഞാൽ നമ്മുടെ കമ്പനി ആയിട്ടുള്ള ലേണേഴ്സ് നമുക്കനുസരിച്ചുള്ള ലേണേഴ്സാണ്. സോ അപ്പോൾ നമുക്ക് എനി ഉള്ള വട്ടം മാത്രം ഉണ്ടാവുള്ളൂ മെമ്പർഷിപ്പ് എടുക്കാത്തത് കൊണ്ട്. അതപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ബോയ് വരും അല്ലെങ്കിൽ ഗേൾ വരും. സോ അപ്പോൾ എനിക്കിവിടെ വന്നിട്ടുള്ളത് രാഹുൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഒരു സംസാരിക്കുന്നത് ചിലപ്പോൾ നമുക്ക് ഈ സ്ക്രീൻ റെക്കോർഡിൽ കാണാൻ സാധിക്കില്ല, കാരണം മ്യൂട്ടാവും സ്ക്രീൻ റെക്കോർഡ്. അതുകൊണ്ടാണ് കോൾ വരുന്ന സമയത്ത് മ്യൂട്ടാവും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്.
അപ്പം ഇവിടെ ഇത് കാണാൻ സാധിക്കും രാഹുൽ. സോ ഞാൻ ഇവിടെ സംസാരിച്ച സമയത്ത് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുള്ളത് അദ്ദേഹം ഒരു ആന്ധ്രാപ്രദേശിലുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു മിലിറ്ററിയാണ്, ആർമിയിലാണ് ജോലി ചെയ്യുന്നത്. അതായത് ജമ്മു കാശ്മീരിലാണ്, ശ്രീനഗർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. അടുത്ത വർഷം റിട്ടയർമെൻ്റ് ആവും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് എന്നോട് സംസാരിച്ചിട്ടുള്ളത്. അദ്ദേഹം ഒരു ബിഗിനർ, 2 ദിവസം മുമ്പാണ് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. അത്യാവശ്യം അദ്ദേഹത്തിന് നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നാണ് ഞാൻ ചോദിച്ച സമയത്ത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. ഏകദേശം ഞാനൊരു 1 മന്ത് ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഡെയിലി ഞാൻ കയറാറില്ല എന്നുണ്ടെങ്കിലും ചില ഫ്രീ ടൈം കിട്ടുന്ന സമയത്തൊക്കെ ജസ്റ്റ് നമുക്ക് ഇതിൽ കയറി കഴിഞ്ഞാൽ പിന്നീട് നമ്മളെ സമയം പോകുന്നത് അറിയില്ല. കാരണം നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന് സമയം പോകുന്നത് അറിയില്ല. നല്ല രീതിയിൽ നമുക്ക് ഒരു രസമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ഈ ഒരു ആപ്ലിക്കേഷന്. ഓക്കെ, അപ്പോൾ എന്തായാലും ജസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷനൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെയാണ് ഈ ഒരു കോളിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ. മെമ്പർഷിപ്പ് എടുത്താൽ ഒരുപാട് ബെനിഫിറ്റ് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ലഭിക്കുന്നുണ്ട്. സോ നിങ്ങൾ ആദ്യമൊക്കെ മെമ്പർഷിപ്പ് എടുക്കാതെ ഒരു ബിഗിനറായിട്ട് കയറുക, അതിനുശേഷം മാത്രം നിങ്ങൾ മെമ്പർഷിപ്പിലേക്ക് കടക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആവുന്ന ഇൻഫോർമേറ്റീവ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാൻ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. വീഡിയോക്ക് ജസ്റ്റ് ലൈക്കും കൂടി ചെയ്ത് വെച്ചേക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യുക. സോ നമുക്ക് അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.